ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചതിനെ തുടർന്ന് വരുന്ന ഒരു സെലക്ടറെ കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് സെലക്ടറിനെ കുറിച്ചാണ്. അതായത് HTML വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു സെലക്ടറാണ് ഗ്രൂപ്പ് സെലക്ടർ. അതായത് നമുക്ക് ഒരേ സ്റ്റൈലിൽ തന്നെ ഡിഫറെൻ്റ്, അതായത് വ്യത്യസ്ത ടാഗുകൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാഗാണ് ഈ ഗ്രൂപ്പ് സെലക്ടർ. നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ HTML കോഡ്, അതായത് CSS കോഡ് നമുക്ക് വളരെ ചെറുതാക്കി മാറ്റാം. പല കാര്യങ്ങളും, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സൈസ് നമുക്കും അതേപോലെ കോഡും നമുക്ക് വളരെ കുറവായിട്ട് തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ നമ്മൾ 3 ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ B, അതേപോലെ തന്നെ രണ്ടാമത്തെ I, മൂന്നാമത്തെ U. ഇതിനാണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നോർമലി നമുക്ക് വിത്തൗട്ട് ഗ്രൂപ്പ് സെലക്ഷൻ വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ B എന്ന ടാഗിനാണ് CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ B എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമുക്ക് കളർ എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. കളർ നമ്മളിവിടെ വന്ന് റെഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഫോണ്ട് സൈസും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഫോണ്ട് സൈസ് ഞാൻ 100 പിക്സൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ B എന്ന ടാഗിന് നമുക്ക് എന്തൊക്കെ CSS കോഡുകളാണോ വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് I എന്ന ടാഗിനാണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ I എന്ന് ചേർത്ത് കൊടുത്തു. അതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ട കളർ എന്താണോ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫോണ്ടിന് സൈസ് എത്രയാണോ വേണ്ടത് അതും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. സൈസ് ഞാൻ 100 പിക്സൽ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് അണ്ടർലൈനിലാണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ U എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് കളർ എന്താണോ വേണ്ടത് ഇതിനനുസരിച്ച് നമുക്ക് കളർ ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇതിന് ഫോണ്ടിന് സൈസ് ഏതാണോ വേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സൈസ് ഞാൻ 100 പിക്സൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിനും നമ്മളിവിടെ വന്ന് ഒന്ന് ബിക്ക് ബോൾഡിന് നമുക്ക് കളർ റെഡ്, അതേപോലെ ഐക്ക് നമ്മൾ കളർ ഗ്രീന്, അണ്ടർലൈനിന് നമ്മൾ കളർ ഓറഞ്ച് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിത്തൗട്ട് ഗ്രൂപ്പ് സെലക്ടറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫയൽ ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും കാണിച്ചു തരാം. നമ്മൾ 3 എണ്ണത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് നമുക്കത് 3ഉം ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി ഇത് എല്ലാത്തിനും നമുക്ക് ഒരേ കളർ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ എല്ലാത്തിനും നമുക്ക് റെഡാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റെഡ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാത്തിനും നമുക്ക് ഇവിടെ വന്ന് റെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഓരോ ടാഗിനും എന്താണോ CSS വേണ്ടത് അത് നമ്മൾ 1 by 1 ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രോഗ്രാം നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, ഈ താഴെ 2 വരുന്ന ഈ 2 CSS സ്റ്റൈല് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഓരോ ടാഗ് ഏതൊക്കെയാണോ ഇതിന് നമുക്ക് കളറും അതേപോലെ ഫോണ്ട് സൈസ് 100 പിക്സലും വേണ്ടത് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കോമ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബോൾഡിനും അതേപോലെ ഇറ്റാലിക്കിനും അതേപോലെ അണ്ടർലൈനും ഒരേ സ്റ്റൈലായിരിക്കും വരിക. ഓരോന്നിനും നമ്മളിവിടെ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ വെബ് പേജിൽ എത്ര ടാഗുകൾക്കാണോ ഇതേ സെയിം ഡിസൈന് വേണ്ടത് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ് CSS എന്നും എങ്ങനെ CSS നമുക്ക് വെബ് പേജ് ചേർത്ത് കൊടുക്കാം, CSS നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായി സംസാരിച്ചത്. തുടർന്ന് വരുന്ന കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് വെബ്സൈറ്റിൽ നമ്മൾ റിയൽ ആയിട്ട് CSS ആഡ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിലേക്ക് ഓരോ CSSകൾ ഏതൊക്കെ സാഹചര്യത്തിലാണോ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സും നിങ്ങൾ മിസ്സാവാതെ തുടർന്ന് പോരുക. കാരണം ഒന്നിനെ തുടർന്നായിരിക്കും അടുത്തത് വരിക. കാരണം നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് മുറിച്ചെടുക്കാതെ ഒരു വെബ്സൈറ്റ് തന്നെ നമ്മൾ ഈ CSSഉം HTMLഉം വെച്ച് ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ടാഗും എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് അതിൽ CSS ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായത് തുടർന്ന് വരുന്ന അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒന്നുകൂടി ശരിക്കും ഫോളോ ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഓരോ ക്ലാസ്സും നിങ്ങൾ മിസ്സാവാതെ ഈ വീഡിയോ പിന്തുടരുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും